എല്ലാവർക്കും തിരുവനന്തപുരം സുപ്രഭാതം. ഇന്നലെ രാഹുലിൻ്റെ വീട്ടിലായിരുന്നു. രാഹുലും സുമിത്തും കൂടെ കുറച്ച് കൊല്ലം മുമ്പ് ഒരു മൂന്നാർ റൈഡിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലാണ് താമസം. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയം. അത് പിന്നെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ രാഹുലിൻ്റെ വീട്ടിലാണ് ഇന്നലെ കിടന്നത്. ഇന്നലെ ട്രിവിയൻസ് എല്ലാം വന്നു. അങ്ങനെ ഞങ്ങളുടെ ക്ഷീണം പോലും മറന്നുപോയി. എല്ലാവരും കൂടെ വന്ന് വെൽക്കം ചെയ്ത് കഴിഞ്ഞപ്പം ഇന്ന് ഇവിടെ നിന്ന് നേരെ നമ്മൾ കൊല്ലത്തിന് തീരം വഴി, കടൽ തീരം വഴി വീണ്ടും കടലിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് പോവുകയാണ്. ഷാനി ബ്രോ ഉണ്ട്, വഴിക്കുന്നു കൂടും, ഷാനി സഹദേവൻ. അപ്പോൾ നമ്മൾ നേരെ രാവിലെ 6 മണി ആവുന്നേ ഉള്ളൂ, പരപരാന്ന് വെളുത്തേ ഉള്ളൂ, നമ്മൾ പുറപ്പെടുകയാണ്. ഓക്കെടാ? ഓക്കെ ഏട്ടാ. ഓക്കെ, നേരെ നമ്മൾ മുതലപ്പൊഴി ബീച്ചിലേക്കാണ്. മുതലപ്പൊഴി ബീച്ച്. അവിടെ ചെല്ലുമ്പോൾ ഷാനി ബ്രോ അവിടെ കാണും. ട്രിവാൻഡ്രം ലുലു. കഴക്കൂട്ടം നെഹ്റു ജംഗ്ഷൻ. പള്ളിത്തുറ. ഇതാണ് തുമ്പ. നമ്മളിപ്പോൾ കോസ്റ്റൽ ലൈനിലാണ് പോണത്. ഇപ്പോൾ തുമ്പയാണ്. ഇവിടെ ജസ്റ്റ് അടുത്ത് സൈഡിലൊരു 100-150 മീറ്റർ അപ്പുറം കടലാണ്. ഓരോ കടവ് കാണുമ്പോഴും ഇറങ്ങാൻ തോന്നുന്നുണ്ട്. യെസ്, അതെ. ഇല്ലാതെ ഞാൻ പെട്ടെന്ന് ഷാനിഭായാണ് തന്നെ വിചാരിച്ചു. നേരെ ഇന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പെരുമാറ അങ്ങനെ നമ്മുടെ മുതലപ്പൊഴി ബീച്ചില് ചെറിയൊരു എടുക്കാറുണ്ട്. ബീച്ചിൽ ചെന്നിട്ട് നോക്കാം നമുക്ക്. അവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ ചെയ്യാൻ ഒരു വണ്ടി വരാൻ പറഞ്ഞിട്ടേ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ചില പറയാം. പക്ഷെ ഇന്നലെ ഇത്തിരി ഹെവി കടുപ്പായിരുന്നു. ഞാനും മടുത്തു പോയി. കുറേ ക്ലൈംബ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ വെയിലെന്ന് പറഞ്ഞ നീള ബീച്ചാണ്. ഇതാണ് പെരുമാതുറ. എന്തായാലും കഴിക്കണം, കഴിച്ചിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം. മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബർ. ഈ ഫുട്പാത്തിലൂടെ പോട്ടെ. ഇത് മുതലപ്പൊഴി അല്ലേ?
നല്ല രസമുണ്ടല്ലേ? വലിയ ഒരെണ്ണം, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്. ആ രസകരമായിരിക്കും. ഇങ്ങനെ അല്ല, റൈറ്റ് പിടിച്ചോ. ആ പൊട്ടും അല്ലേ? ഈ കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോഴും മഴക്കാലത്തും കാറ്റുള്ളപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ബോട്ട് മറിയുന്ന രംഗം നമ്മൾ കാണാറുള്ള സ്ഥലമാണ് ഈ മുതലപ്പൊഴി എന്ന് പറഞ്ഞത്. ഒരുപാട് വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. കടലാണ്, കടൽക്കരയാണ്. ഇവിടെ 5 തെങ്ങ് പറഞ്ഞിട്ട് ഒരുപാട് തെങ്ങുണ്ടല്ലോ. ഈ വീടുകളുടെ ഒക്കെ പിന്നാമ്പുറം ഇടിഞ്ഞു പോയേക്കണം കേട്ടോ. ആ വീടെല്ലാം പോയി. ഓക്കെ, വീട് പോയേക്കണം കേട്ടോ. ഇതെല്ലാം പോയി. ആ ഹോ ഹോളിഡേ അഞ്ചുതെങ്ങ് കോട്ട. പക്ഷെ ഇന്നത് ലോക്ക്ഡൗൺ. നമുക്കിവിടെ അവധികൾ വേണമല്ലോ സർക്കാർ ഉദ്യോഗസ്ഥർക്കല്ലേ. അതുകൊണ്ട് അകത്ത് കയറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് അതേ കയറി നിന്ന് കടലൊക്കെ കടായിരുന്നു. മൺഡേ ഹോളിഡേ ആണ്. ഇത് അഞ്ചുതെങ്ങ് തൂക്കുപാലം, കായലിന് അക്രോസ്. സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, സെക്യൂരിറ്റി ഉണ്ടേ. പൊക്കോട്ടെ. ടിക്കറ്റ് എടുത്തതാ? അല്ല, ടിക്കറ്റ് ഇല്ല, എന്നാലും അനുവദിക്കണം. പള്ളിക്കൂടെ നോക്കാറായില്ലേ? സമയം പോയില്ലേ? 10 മണിക്ക് ഇല്ല. ബെന്നി മാഷ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുത്താം, കിടക്കാൻ പറയാം ഇവിടെ തണലത്തെ. ആ അതെ, ഇതല്ലേ ആശാന്റെ പ്രതിമ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ.
സൂപ്പർ. സർബത്തുകൾ. ഹലോ, ബെന്നിമാഷിൻ്റെ സൈക്കിൾ ഇങ്ങനെ അഴിച്ചു. അതെന്താ കാരണം? സൈക്കിളിന് കംപ്ലൈൻ്റ് ആയിട്ടല്ല. ബെന്നിമാഷ് ഇന്ന് വന്നിട്ട് അല്പം ക്ഷീണിതനാണ് ഇന്ന് രാവിലെ തൊട്ട്. അപ്പം ഒട്ടും വയ്യ. അപ്പോൾ ഇനിയും തുടർന്ന് നമ്മൾ എറണാകുളം വഴി കറങ്ങി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പ്രായമൊക്കെ കൂട്ടണ്ടേ. അപ്പോൾ ബെന്നിമാഷ് ഇവിടുന്ന് വണ്ടി വിളിച്ച് ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ കയറ്റി വിടുകയാണ്. ഞാനിവിടുന്ന് നമ്മുടെ മിഷൻ കൊച്ചി ടു കൊച്ചി കറങ്ങി പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ വരിക. അപ്പോൾ ബെന്നിമാഷ് ഇവിടുന്ന് പറഞ്ഞു വിടുക കേട്ടോ. ടാക്സി വിളിച്ച് കയറ്റി വിടുക. അല്ല നല്ലത്. വീഡിയോ ഞങ്ങൾ തുടരുന്നു. വീണ്ടും നമുക്ക് 2-3 ദിവസം വീഡിയോ കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയുള്ളൂ. നമുക്ക് തൊടുപുഴ വെച്ച് വന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം സ്ട്രോങ് ആയിട്ട് കൂടെ വന്നു. ഇന്ന് രാവിലെ ഇങ്ങോട്ട് തീർത്ത് വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കും പേടിയായി. ഓക്കെ മാൻ. അങ്ങനെ ഉണ്ട് കേട്ടോ. ജീപ്പേ ഉണ്ടല്ലോ അല്ലേ? ഏതാ? പാർവതി പുത്തനാറുണ്ടല്ലോ. ഓ പണ്ടത്തെ ജലപാത പാർവതി പുത്തനാറ് മാൻമെയ്ഡ് അല്ലേ? ഓക്കെ. ഇത് വിളമ്പ് ഭാഗമാട്ടോ. എൻ്റെ കൂടെ വന്നാൽ ബോറടിക്കും അല്ലേ? താജ് എവിടെയാ? വർക്കലെടുത്താണോ? Sunny bro covering me. നമുക്ക് വേറെ എന്തെങ്കിലും വേണേലും കഴിക്കാം. വർക്കല ഗേറ്റ് വേ വർക്കല. വർക്കല ബീച്ച് ക്ലിഫിലേക്കാണ്. ഹെവി വാഹനങ്ങൾ പ്രവേശനമല്ല. നമ്മുടെ സൈക്കിൾ തന്നെ ഇപ്പോൾ ഹെവി വാഹനം. മോർണിംഗാണ്. വർക്കല ബീച്ച്. വർക്കല ബീച്ചിൻ്റെ ക്ലിഫിൽ നിന്നുള്ള വ്യൂ ആണ്. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. ഗേറ്റ് ആദ്യം ചിന്തി. കായലും കടലും കൂടെ ഉള്ള ഇടയ്ക്കൊരു കരയുമായിട്ടുള്ള കോമ്പിനേഷൻ. എൻ്റെ അമ്മോ സെറ്റ് കേട്ടോ. ഈ കോവളത്തും ഒക്കെ പോയി അടിഞ്ഞു കിടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതൊക്കെ എന്താ സംഭവം?
ഞാനിപ്പോൾ റെക്കോർഡിംഗ് ആ ഫുൾ കാപ്പിൽക്കായ കാപ്പിൽ 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 ആ ഏ അയ്യോ പൊങ്ങിപ്പോ എനിക്കൊരു പ്രത്യേക രസം കേട്ടോ. ഒരു ബണ്ട്, അതിൻ്റെ ഇപ്പുറം കായൽ, അതിൻ്റെ അപ്പുറം തിരമാല ഇരയ്ക്കുന്ന കടൽ. ഒരു പ്രത്യേകത തന്നെ. ചേട്ടാ കാപ്പിൽ ഇഷ്ടപ്പെട്ടോ? കാപ്പിൽ സൂപ്പറല്ലേ? അങ്ങനെ നമ്മൾ വർക്കലയുടെ അടുത്ത് കാപ്പിൽ ബീച്ചിൽ വന്നു. ഞാനിവിടെ കുറച്ച് നേരം വിശ്രമിക്കുക. അപ്പോൾ ഷാനിഭായ് തിരുവനന്തപുരത്തിന് മടങ്ങുക. പക്ഷെ ഒരു നാട്ടിൽ വരുമ്പോൾ ആ നാട്ടിലുള്ള റൈഡേഴ്സ് നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഭംഗിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അവർ കൂടെ വരുമ്പോൾ. ഇന്നലെ വന്നിട്ട് നാഗർകോവിലിൽ നിന്ന് തൊട്ട് ബെൻ നമ്മുടെ കൂടെ വന്നു തിരുവനന്തപുരം വരെ. ഇന്ന് തിരുവനന്തപുരം തൊട്ട് വർക്കല വരെ ഷാനിഭായ് കൂടെ വന്നു. ഒരുപാട് താങ്ക്സ് കേട്ടോ. പകരം വീട്ടാൻ ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമുള്ളൂ, തൊടുപുഴയ്ക്ക് വരിക കേട്ടോ. സന്തോഷം കേട്ടോ. ഓക്കെ, ട്രിവാൻഡ്രംകാരെല്ലാം കൂടെ ഒരുമിച്ച്. ട്രിവാൻഡ്രമല്ല, നമ്മളെ കുറെ കാലം കൊണ്ട് അവിടുത്തെ മലകളും പുഴകളും എല്ലാം കാണിച്ച് കൊതിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ഒന്ന് രണ്ട് ദിവസം ഒന്ന് കറങ്ങി പറ്റിയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരണമെന്ന്. തീർച്ചയായിട്ടും താമസിച്ച് സമയം എടുത്തിട്ട് വരാം. പരാക്രമം പിടിച്ച്. പിന്നെ ഇന്ന് വേറെ പറയും, ഇന്നലെ ബെന്നാണെങ്കിലും ഇന്ന് ഷാനി ആണെങ്കിലും ചേച്ചിക്കും ഭ്രാന്ത് പിടിച്ചാണ് എൻ്റെ കൂടെ. കാരണം ഇവരൊക്കെ റോഡ് ബൈക്കിന്റെ ആൾക്കാരാണ്. വെട്ടി ഉണ്ടാവില്ലല്ലോ അവിടെ. നമ്മളെന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു വലിയ മയിൽക്കുട്ടിയോടും വർത്താനം പറഞ്ഞ് എല്ലാവരോടെയും പോകും. അയ്യോ, അത് ശരിക്കും പറഞ്ഞാലേ ഇവർക്ക് ശരിക്കും വട്ടായി കാണും കേട്ടോ എൻ്റെ കൂടെ. ഇല്ല ഞാൻ എൻജോയ് ചെയ്തു. ചേട്ടൻ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ചേട്ടൻ്റെ ആ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ ഓക്കെ ബ്രോ, ശരി, ഞാൻ തിരിക്കുകയാണ്. യെസ്. ഒരുപാട് നാളത്തെ ഫേസ്ബുക്ക് ബന്ധമാണ് താജ്മാഷുമായിട്ട്. എന്നെ കാണാൻ കാപ്പിൽ ബീച്ചിൽ വന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഒരു ബൈറ്റ് വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഓർക്കുന്നത്. പത്താമത്തെ ദിവസം ആണോ? പേരെങ്ങനെയാ? രാജേഷ്. എഫ് ബിയിലുണ്ടോ എൻ്റെ? ആ ഓക്കെ. എൻ്റെ പേരെടുക്കാൻ അതൊന്നും നോക്കിയില്ലല്ലോ കാണുന്നു. രാജേഷ് ലിറ എൻ്റെ എഫ് ബി ചങ്ങാതിയാ. ഇവിടെ ഇങ്ങനെ വഴിക്കടെ പോയപ്പോൾ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടം വരെ എത്തി എന്നൊക്കെ ചോദിച്ചു. ഇങ്ങോട്ട് വേണ്ടിയപ്പോൾ ഞാൻ അർത്ഥം വിട്ടുപോയി. അങ്ങനെ സന്തോഷം. ഇങ്ങനെ നമ്മൾ നേരിട്ടല്ലെങ്കിൽ കാണാത്ത ആൾക്കാരൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അല്ലേ? ഓക്കെ. പക്ഷേ ഇത് പൊഴിക്കര ദേവസ്വം ദേവീക്ഷ. എന്നത് പുഴയും കടലിനോട് ചേരുന്ന അഴിമുഖ. എന്നെ ഒഴുക്കാന്ന് വെച്ചപ്പോൾ വേലിയിറക്കമായിരിക്കണം അല്ലേ? തൊടുപുഴ കൂടെ വല്ല ഒഴുകുന്ന അതേ സ്പീഡിലാണ് ഒഴുകും.
നമ്മൾ വീണ്ടും കടൽക്കരയിലെത്തിയിരിക്കുകയാണ്. ആ സൈഡിൽ കായൽ, ഈ സൈഡിൽ കടൽ. കരയിലെ മോഹവും കടലിലെ ഓളവും. പരവൂർ. കടൽക്കാറ്റ് പുറകോട്ട് പിടിച്ച് വലിക്കുക. കടൽ കണ്ട് സൈക്കിൾ ഓടണം എന്നുള്ള എൻ്റെ ആഗ്രഹം 2-3 ദിവസങ്ങളായിട്ട് പൂവണിഞ്ഞ് കായണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഫ്രൈറ്റ്. കടലിൻ്റെ അകത്തോടെ ഒരു ബസ്, റാഹത്ത്. ഇതാണോ ആ തോട്? കൊല്ലം. കൊല്ലം ബീച്ച്. അപ്പം നമുക്കിവിടെ ഇരുന്നിട്ട് ഷിബുവിനെ ഒന്ന് വിളിക്കാം. വൈകുന്നേരം ഇവിടെ എത്തുമ്പോൾ ഞാൻ വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളിവിടെ ക്യാമ്പാണ്. എല്ലാവരെയൊക്കെ കണ്ട് പരിചയപ്പെട്ട്. ഓക്കെ, കൊല്ലത്ത് സിയാദ് മാഷിൻ്റെ അടുത്താണ് തങ്ങിയത്. കൊല്ലം സൈക്കിൾ ക്ലബ്ബിലെ ടീം അംഗങ്ങൾ മധുര സമ്മാനങ്ങളുമായിട്ട് വന്നു ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞിരുന്നു. സത്യത്തിൽ ആ വർത്തമാനം പറഞ്ഞിരുന്നതിൻ്റെ ആ രസത്തിൻ്റെ ഇടയ്ക്ക് ഒരു ബൈറ്റ് വീഡിയോ എടുക്കാൻ ഞാൻ ഇവിടെയും മറന്നുപോയി. ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സത്യത്തിൽ അങ്ങനെ ഒരു ബൈറ്റ് 1 മിനിറ്റെങ്കിലും എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി എന്നുള്ള കാര്യം സത്യത്തിൽ ശ്രദ്ധയപ്പെട്ടത്.